നമസ്കാരം. UDFന്റെ വോട്ട് ബാങ്കാണ് മുസ്ലിം ലീഗ്. നെഞ്ചിൽ തറച്ച എല്ലാ അസ്ത്രങ്ങളെയും കരുത്താക്കി മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം കൈമേയി മറന്ന് പോരാടിയതിന്റെ ഫലമാണ് വടകരയിലെയും കോഴിക്കോട്ടെയും മലപ്പുറത്തെയും പൊന്നാനിയിലെയും കണ്ണൂരിലെയും വയനാട്ടിലെയും എല്ലാം UDFന്റെ തകർപ്പൻ വിജയം. കേരള രാഷ്ട്രീയത്തെ അടിമുടി ഉലച്ചുകൊണ്ട് മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാക്കണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് BJP. കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാക്കണമെന്നും മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തേണ്ടവരല്ല എന്നും അവരെ ശത്രുവായി കാണേണ്ടവരല്ല എന്നും BJP കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാകണമെന്ന മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം പറയുന്നു. എങ്കിൽ മാത്രമേ മലപ്പുറത്ത് വികസനം ഉണ്ടാവുകയുള്ളൂ. മുസ്ലിങ്ങളെ BJP ശത്രുക്കളായി ട്രീറ്റ് ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിനെ NDAയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം പാർട്ടിയിൽ തന്നെ ഉന്നയിക്കും. പോസിറ്റീവായ ഫലം ഉണ്ടാകും. ലീഗിന് ഒരു മന്ത്രിസ്ഥാനവും കിട്ടും. ഇത് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം വിഭാഗത്തെ NDAയിലേക്ക് അടുപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ചകൾ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ വന്നാൽ അത് കേരളത്തിലെ ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും കിട്ടുന്നത്. ലീഗിന് പെട്ടെന്ന് വരാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അവർ വരുന്നത് ഗുണം ചെയ്യും. കേരള സ്റ്റോറി വിവാദവും സുൽത്താൻ ബത്തേരി പേരുമാറ്റം പോലുള്ള വിഷയങ്ങളും മാറ്റി നിർത്തി വികസനം മാത്രമാണ് ചിന്തിച്ചത്. അതിന്റെ ഇടയിലാണ് ഇത്തരം വിഷയങ്ങൾ കൊണ്ടിട്ട് വളരുന്ന ചെടിയിൽ ഉപ്പിടുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ വന്നതെന്നും NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം പറയുന്നു. ലീഗുമായി ഇടഞ്ഞു നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ BJP ശക്തമായ ഇടതു കേന്ദ്രങ്ങൾക്ക് തിരിച്ചടി നൽകിയാണ് ലീഗിനെ കൂടെ നിർത്തുമെന്ന് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. BJP സർക്കാർ മതന്യൂനപക്ഷങ്ങളുടെ കൂടെ നിന്നാൽ കേരളത്തിൽ ഉണ്ടാകുന്ന കാറ്റ് ചെറുതായിരിക്കില്ല, കൊടുങ്കാറ്റായിരിക്കും ഉണ്ടാകുന്നത്. മോദി ഹിന്ദുക്കളുടെയല്ല, മുസ്ലിങ്ങളുടെ കൂടെ പ്രധാനമന്ത്രിയാണ്. ദക്ഷിണേന്ത്യയിലെ എല്ലായിടങ്ങളിലുമുള്ള മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തിയാൽ മാത്രമേ BJPക്ക് ഇനി ഏത് വിധേനയും ആധിപത്യം സ്ഥാപിക്കാനാകൂ എന്ന് മനസ്സിലാക്കി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അബ്ദുൽ സലാമിന്റെ തുറന്നു പറച്ചിൽ. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തന്നെയാണ് BJP ആധിപത്യം ചിലയിടത്തിലെങ്കിലും കുറയ്ക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് BJP ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഏക സിവിൽ കോഡ്, CAA, പലസ്തീൻ ഐക്യദാർഢ്യം തുടങ്ങിയ വിഷയങ്ങളും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉയർത്തി UDFന്റെയും മുസ്ലിം ലീഗിന്റെയും ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള CPMന്റെ ശ്രമങ്ങൾ ഏറെ ചടുലമായാണ് ലീഗ് ഇത്തവണ പ്രതിരോധിച്ചത്. ലീഗിനെ കാര്യമായി വിമർശിക്കാതെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന തന്ത്രം സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും പൊളിച്ചടുക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങൾക്കെതിരെ രൂക്ഷമായാണ് ലീഗ് നേതാക്കൾ പ്രതികരിച്ചത്. ഇതെല്ലാം UDF കോട്ടകൾ ഭദ്രമാക്കി. ഇടത് കോട്ടയിൽ വൻ ഭൂരിപക്ഷം നേടി നാലാമതും വിജയമുറപ്പിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തുവന്ന MK രാഘവൻ ആദ്യം ക്രെഡിറ്റ് നൽകിയതും മുസ്ലിം ലീഗിന് തന്നെയാണ്. മുസ്ലിം ലീഗിന് NDA മുന്നണിയിൽ ചേരാൻ പറ്റിയ സമയമാണിതെന്ന് നേരത്തെ തന്നെ ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞിരുന്നതാണ്. രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനത്തിന് സമയത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങളെ ഇനിയും രാമക്ഷേത്ര വിഷയത്തിൽ കെട്ടിയിടരുത് എന്ന് തന്നെയായിരുന്നു. തന്നെ VC ആക്കിയതിൽ മുസ്ലിം ലീഗിനോട് നന്ദിയുണ്ട്. എന്നാൽ BJP ഇപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയായി മുദ്ര കുത്തുന്നത് ശരിയല്ലെന്നും ഡോക്ടർ അബ്ദുൽ സലാം പറഞ്ഞിരുന്നു. 5 കോടി മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിൽ അവർ സംതൃപ്തരാണ്. 13ലേറെ അന്തർദേശീയ ബഹുമതികൾ മോദിക്ക് ലഭിച്ചതിൽ 7 എണ്ണവും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിർത്തിയതല്ല, ഇരട്ടിപ്പ് വരാതിരിക്കാൻ പേരുമാറ്റി പുതിയത് കൊണ്ടുവരുന്നതാണ്. BJPക്കെതിരെ നുണക്കഥകൾ ഉണ്ടാക്കുകയാണ് ഒരു കൂട്ടം രാഷ്ട്രീയക്കാരെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും BJPയുടെ ഈ നീക്കം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകുമെന്ന് ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്.